നമസ്കാരം. ആണവ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇറാൻ ചർച്ച നാളെയാണ് നടക്കാൻ പോകുന്നത്. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു. ശനിയാഴ്ച ചർച്ചകൾ നടക്കുമെന്നുള്ള കാര്യവും ഏറെക്കുറെ ഉറപ്പായിരുന്നു. എന്നാൽ ചർച്ച നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട്, ഇറാൻ എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കയുമായി നേരിട്ടൊരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാകില്ല എന്നുള്ളത് ഇറാൻ ആദ്യമേ സ്വീകരിച്ച ഒരു നിലപാടാണ്. ആരുടെയെങ്കിലുമൊക്കെ മധ്യസ്ഥതയിൽ വേണമെങ്കിൽ നമുക്കൊരു ചർച്ചയാകാം. അത് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള പേരിലുള്ള ഒരു ചർച്ചയാകണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ കഴിയണം. അങ്ങനെ കഴിയുകയാണെങ്കിൽ നമുക്കൊരു ചർച്ചയാകാം എന്നുള്ള ഒരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. എന്തായാലും ഇറാൻ എടുത്ത നിലപാട് അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് നാളെ ചർച്ചകൾ നടക്കാൻ പോകുന്നത്. അമേരിക്ക പലപ്പോഴും പറഞ്ഞിരുന്നു, ഞങ്ങൾ നേരിട്ട് ചർച്ച നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനിൽ ഞങ്ങൾ ബോംബ് വർഷിക്കും. ഇറാന്റെ ആണവായുധം, അതിനെക്കുറിച്ച് ആരും ഭയപ്പെടേണ്ട, ഇറാന് അത്തരത്തിലൊരു ആയുധം ഉണ്ടാകില്ല എന്നുവരെ ഈ കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇവിടെ ചർച്ച നടക്കാൻ പോവുകയാണ്. അതായത് ഇറാൻ മുന്നോട്ട് വെച്ചു, ഒമാൻ മധ്യസ്ഥത വഹിക്കുകയാണെങ്കിൽ അമേരിക്കയുമായി ഒരു ചർച്ചയാകാം. അമേരിക്ക അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സൗദി അറേബ്യ ഇവിടെ ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാം എന്ന് പറഞ്ഞ ഒരു ഓഫർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ സൗദിയെ വിശ്വസിക്കാൻ ഇറാൻ തയ്യാറായില്ല. അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന സൗദി അറേബ്യയെ നമ്പിയാൽ പണി കിട്ടും എന്നുള്ളത് ഇറാന് കൃത്യമായി അറിയാം. പലപ്പോഴും അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ ഇറാൻ തയ്യാറായി. സൗദിയെ മാറ്റി നിർത്തി ഒമാനിൽ വിശ്വാസം അർപ്പിച്ചു. ഇപ്പോൾ ഒമാനാണ് അമേരിക്ക ഇറാൻ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, ഇവിടെ ഇറാനിൽ ആണവായുധം ഉണ്ടാകില്ല എന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. ആരും അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. ഇറാൻ ആണവ പരീക്ഷണം നടത്തില്ല, ആണവായുധത്തിന്റെ പുറകെ ഇറാൻ പോകില്ല എന്നുള്ള ഒരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് വളരെ ശക്തമായ ഒരു മറുപടി കൂടെ ഈ ചർച്ച ഏറ്റവും അടുത്തെത്തി നിൽക്കുന്ന ഒരു സമയത്ത് മസൂദ് പെസഷ്കിയാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇറാന്റെ പ്രസിഡന്റ് പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആണവായുധത്തിന് പുറകെ പോകുന്ന ആളുകളല്ല. ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ അവസാന വാക്ക് ഞങ്ങളുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖംനായിയുടെ വാക്കാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആണവായുധത്തിന്റെ പുറകെ പോകേണ്ടതില്ല. അതേസമയം ആണവ പരീക്ഷണങ്ങൾ അത് വേണ്ടെന്ന് വെക്കാനും ഞങ്ങൾക്ക് കഴിയില്ല. ആണവോർജം അത് പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട് പ്രത്യേക സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആണവ പരീക്ഷണം നടക്കും. ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിന് വേണ്ടി സൈനിക ഉദ്യോഗസ്ഥന്മാർ ഒത്തുകൂടിയ സമയത്താണ് മസൂദ് പെസഷ്കിയാൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ഞങ്ങളുടെ നേട്ടങ്ങൾ അത് ഞങ്ങൾ മാറ്റിവെക്കില്ല. ഈ രംഗത്ത് ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഞങ്ങൾക്ക് പലതും കണ്ടെത്താൻ കഴിഞ്ഞത്. ആ കണ്ടെത്തലുകളൊക്കെ വേണ്ടെന്ന് വെക്കാൻ, അമേരിക്കക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ആണവോർജം അത് ആയുധം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമല്ല എന്നതാണ് മസൂദ് പെസഷ്കിയാന്റെ നിലപാട്. ഒരിക്കലും ഇറാന് ആണവ പരീക്ഷണം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ ഒരു ഭീഷണിയുടെ സ്വരത്തിന് അതേ രീതിയിൽ തന്നെ മസൂദ് പെസഷ്കിയാൻ ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ആക്രമണ ഭീഷണി ഞങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു എന്നുകൂടെ അദ്ദേഹം ഇവിടെ മാധ്യമങ്ങളോട് നടത്തിയ ഈ ഒരു പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഒരുപാട് നിലപാടുകൾ, അവരുടെ അഭിപ്രായങ്ങൾ തന്നെ പല വിധത്തിലുള്ളതായിരുന്നു. ആദ്യം ഇറാനെ ഭീഷണിപ്പെടുത്തി, അതിനു മുമ്പ് ഇറാൻ ഒരു കത്തയച്ചു. ഈ സമയത്തൊക്കെ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തന്നെ പോകേണ്ടതില്ല എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. ഭീഷണിപ്പെടുത്തിയപ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളി. ഹൂത്തികളുമായി ബന്ധപ്പെട്ട് അമേരിക്ക നടത്തുന്ന യുദ്ധം അത് ഇറാനാണ് ആയുധങ്ങൾ കൊടുക്കുന്നത് എന്ന് പലതവണ ഇവിടെ അമേരിക്ക ആരോപിച്ചു. ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും അതിശക്തമായി തന്നെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെയും ഇസ്രായേലിനെതിരെയും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അമേരിക്കയുടെ ആക്രമണങ്ങൾ ഹൂത്തികൾക്ക് തെല്ലും ബാധിച്ചിട്ടില്ല എന്ന കാര്യം പെന്റഗൺ തന്നെ നേരത്തെ വ്യക്തമാക്കി. എന്തായാലും ഹൂത്തികളെ കൈവിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ കൈവിട്ടുകൊണ്ട്, ഹമാസിനെ കൈവിട്ടുകൊണ്ട് ഒരു കളിക്കും തയ്യാറല്ല എന്ന് ഇറാന്റെ നിലപാടിൽ വീണ്ടും ഉറച്ചു നിന്നു.
ഖുദ്സിന്റെ മോചനം തന്നെയാണ്, അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങളും പോരാട്ടം നടത്തുന്നത്. അതിനുവേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു വിഭാഗത്തെയും ഞങ്ങൾ തള്ളിപ്പറയില്ല, അവരെ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. ഇറാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ അമേരിക്ക നമുക്കറിയാം പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി പിന്നീട് മലക്കം മറിഞ്ഞു. ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള ഒരുപാട് പ്രതികരണങ്ങൾ ഇവിടെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നു. എന്തായാലും തുടക്കം മുതലേ ഈ അവസാനം ഈ ചർച്ച നാളെ നടക്കാനിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ പോലും ആദ്യം മുതൽ സ്വീകരിച്ച നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നു. ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് അമേരിക്കയുടെ അഹങ്കാരമാണ്. അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ അങ്ങനെ കാണും. അമേരിക്കയെ സഹായിക്കാൻ ഏതെങ്കിലും രാജ്യങ്ങൾ മുന്നോട്ട് വന്നാൽ, വ്യോമതാവളങ്ങൾ വിട്ടുകൊടുത്താൽ, വ്യോമാതിർത്തി വിട്ടുകൊടുത്താൽ അവരെ ഞങ്ങൾ ശത്രുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇതാണ് ഇറാന്റെ നിലപാട്. ഈ നിലപാടിൽ അവസാന നിമിഷം വരെ ഇറാൻ ഉറച്ചു നിൽക്കുന്നു. മസൂദ് പെസഷ്കിയാൻ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ആണവ പരീക്ഷണങ്ങൾ ഞങ്ങൾ തുടരുമെന്നുള്ളത് തന്നെയാണ് ഇറാന്റെ നിലപാട്. എന്തായാലും നാളെ ചർച്ച നടക്കാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ പറഞ്ഞതുപോലെ തന്നെ ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കാൻ പോകുമ്പോൾ ഇറാൻ എടുക്കുന്ന ഈ നിലപാടുകൾ തീർച്ചയായും അത് അമേരിക്കയെ ഏത് രീതിയിലേക്കാണ് അവരെ കൊണ്ടെത്തിക്കുക? ഇറാനെതിരെ ആക്രമണം നടത്താൻ തന്നെയാണോ അവരുടെ തീരുമാനം? അങ്ങനെയാണെങ്കിൽ ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കും എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഈ ഒരു അവസാന നിമിഷത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.